എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒമാന്റെ ദേശീയ ഭക്ഷണം എന്നറിയപ്പെടുന്ന ഒട്ടകർച്ചിയുടെ രുചി തേടിയുള്ള യാത്രയിലാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. കാരണം ഇവിടെ ഒട്ടകർച്ചിയുടെ വിഭവങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു ട്രഡീഷണൽ ഒമാനി റെസ്റ്റോറന്റ് ആണ്. അപ്പൊ നമുക്കിനി ഒട്ടകർച്ചിയുടെ രുചികളിലേക്ക് കടക്കാം. എന്റെ പേര് ഷാർലറ്റ്. വെൽക്കം ടു ഷാസ് വ്ലോഗ്. അത് ഒലിവ് ഓയിലിൽ ഒരു നല്ല ഷാലോ ഫ്രൈ എടുത്തേക്കുന്ന ഒരു ക്യാമൽ മീറ്റ്. ഒമാനിൽ വന്നാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു വിഭവം തന്നെയാണ് ഈ ക്യാമലിന്റെ റൈസും ക്യാമലിന്റെ ഈ മീറ്റ് ഡിഷസും. ഒമാനിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഷോപ്പിംഗ് മോളായ അവന്യൂസ് മോളിനോട് ചേർന്നുള്ള റോഡിലൂടെയാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും റെഡ് മീറ്റുകളിൽ വെച്ച് ഏറ്റവും ലോ കൊളസ്ട്രോൾ ഉള്ള മീറ്റ് എന്നറിയപ്പെടുന്നതുമായ ക്യാമൽ മീറ്റ് മാത്രം ലഭിക്കുകയുള്ളൂ എന്നതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകതയും. ഇതൊരു പക്ക ഒമാനി ട്രഡീഷണൽ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം, കണ്ടോ, ഇവരുടെ സിറ്റിംഗ് ഏരിയ, ഇവരുടെ ഫുഡ് കഴിക്കുന്ന ഏരിയ ആണ്. ഇതൊരു വലിയൊരു ഹോള്. ഇങ്ങനെ കുഷ്യൻസ് ഇങ്ങനെ സൈഡിലായിട്ട് വെച്ചിട്ട് ഇവർ ഓർഡർ ചെയ്തിട്ട് അതനുസരിച്ച് ആൾക്കാർ ഇവിടെ കൊണ്ടുത്തരും. ഇവിടെ നിലത്തിരുന്നിട്ടാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്നത്. ഇവർ ഒമാനികളുടെ ഒരു സിസ്റ്റമേ അങ്ങനെ തന്നെയാണ്. ഇവർ വീട്ടിലാണെങ്കിലും എന്തൊരു ഫെസ്റ്റിവൽ ആയിക്കോട്ടെ എന്താണെങ്കിലും ഇവർ നിലത്തിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റിലും ഇവർ അറേഞ്ച് ചെയ്തിരുന്നത്. കണ്ടോ, ഇവിടുത്തെ ഭിത്തികളിൽ ഇങ്ങനെ ഒമാൻ്റെ ഓരോ പിക്ചേഴ്സും ഇതെല്ലാം വെച്ചിട്ടുണ്ട്. നടുക്കായിട്ട് ഇവിടുത്തെ രാജാവിൻ്റെ പിക്ചറുണ്ട്. ഇതാണ് ഇവരുടെ ഫുഡ് കഴിക്കുന്ന ഏരിയ. ഇവിടെ ഇരുന്നിട്ടാണ് ഇവർ ഫുഡ് കഴിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം കുടിക്കാനുള്ള കൂൾ ഡ്രിങ്ക്സും ഇതെല്ലാം ഇവരൊരു ഇതിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഈ കാണുന്നതിലാണ് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇട്ട് വെക്കുന്നത്. ചൂടാറാതെ ഇതിലിങ്ങനെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, എല്ലാത്തിൻ്റെ അകത്ത് ഓരോന്നിൻ്റെ അകത്ത് ഫുഡ് ഇവർ ഇട്ട് വെച്ചേക്കുക. ഇതാണ് ഇവരുടെ കിച്ചൺ. Kabuli rice. Kabuli rice बना के रखा. Yeah, look like. ഇതാണ് ഇവിടുത്തെ ടീം. ഇവിടെ സർവീസ് ചെയ്യുന്ന ആൾക്കാർ വർഷങ്ങളായിട്ട് ഈ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്കിനി ഇവിടുത്തെ മെയിൻ ഷെഫിനെ പരിചയപ്പെടാം. എന്റെ കൂടെ ഉണ്ട്. നമ്മളെ പേര് മുഹമ്മദ് മിസാനുർ റഹ്മാൻ. ഓക്കെ, ആൾക്ക് മലയാളം അറിയാന്നാണ് പറഞ്ഞത്. അപ്പൊ മലയാളത്തിലാണ് നമ്മളോട് കുറെയൊക്കെ സംസാരിച്ചിട്ടുള്ളത്. നമ്മള് ഇവിടെ 8 വർഷമായി. 8 വർഷം, 8 years. ओके, किधर से? बांग्लादेश से? ഞാൻ ബംഗ്ലാദേശ്. बांग्लादेश से ना. ओके, भाई थोड़ा बताओ इधर का स्पेशलिटी क्या है? അവിടെ സ്പെഷ്യൽ നമ്മള് കബുലി വന്ന കേസബി വന്ന അത് രണ്ട് സ്പെഷ്യൽ. കാബൂളിയും കബ്സ റൈസ് സ്പെഷ്യൽ ആണ്. ഓക്കേ, പിന്നെ പുളി ടമറിനുള്ള ഒരു വേറെ അത് സൂപ്പർ. അത് അറബിക്ക് പേര് അത് സൂപ്പർ ഒന്നല്ല. അത് പേര് സൂപ്പർ. ഓക്കേ ഓക്കേ ഓക്കേ, അത് ഒരു സ്പെഷ്യാലിറ്റി ആണ് അല്ലേ? ഓക്കേ, പിന്നെ പേര് നമ്മള് എന്താണ് അത് കേസാബിയ. ഇത് നോർമൽ ക്യാമൽ കറി. ഓക്കേ ഓക്കേ, അത് വേറെ കബൂലിയ. നമ്മള് റൈസ് കണ്ടായിരുന്നു. ഓക്കേ ഓക്കേ, ഒരുപാട് വെറൈറ്റി ഓഫ് റൈസസ് ഉണ്ട്. അവിടെ 5 വെറൈറ്റി ഉണ്ട്. 5 വെറൈറ്റി റൈസസ്. ഓക്കേ ഓക്കേ, അത് പേര് അറബിക്ക് അബിയത്ത് കബൂലി മഖ്ബൂസ്
അത് മന്തി മെഹന്തി അത് മക്ബൂസ് കുവാർ കുവൈറ്റി റൈസ് അത് എന്തെങ്കിലും किसाबिया इसका इंग्रेडिएंट्स क्या क्या है भैया एक्चुअली क्या है नेचुरल Natural ingredients use हाँ, करा है। इसमें कोई ऑयल वगैरह हम लोग नहीं डालते हैं ഓയിൽ ഒന്നും ഉപയോഗിക്കില്ല नहीं तो एक कैमल फैट यूज करता है हम लोग। ക്യാമൽ ഫാറ്റ് ആണ് എല്ലാം जिसको കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് जी जिसको बोलते हैं शाम शाम अरबी में शाम बोलते हैं ഓക്കെ 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 ये और दूसरा कोई बाहर के तेल वगैरह से പുറത്തുനിന്നുള്ള ഒന്നും कुछ नहीं ഓക്കെ ഓക്കെ വേറെ സ്പൈസസ് മസാലാസ് नेचुरल जास्ती कुछ नहीं സിനമൺ ജീര सिंपल सिंपल स्पाइसेस ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ 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 ഒമാനെ लोग कौन सा वाला पसंद कर रहे हैं ज्यादा हमारा सब वैरायटी ज्यादा पसंद करता है हाँ। इंशाल्लाह तो इसमें क्या है काबुली और कैसा भी ज्यादा हमारा चलता है और मुगली काबुली एंड मुगली जैसे हम ओवर करके उसको कैमल फैट में कैमल फैट में उसको फ्राई करके देते हैं। ക്യാമൽ ഫാറ്റിൽ ഇട്ടിട്ടാണ് ഇവര് ഓയിൽ ഒന്നും യൂസ് ചെയ്യാണ്ട് ഇവര് പറയുന്നത് ഓയിൽ ഒന്നും അധികം യൂസ് ചെയ്യുന്നില്ല ക്യാമൽ ഫാറ്റിൽ തന്നെയാണ് ഇവരിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതാക്കി എടുക്കുന്നതെന്നാണ് പറയുന്നത് और इसमें क्या है असल में हमारा इस फील्ड में 22 इयर्स इस फील्ड में आप इधर कितना साल लगे हम इधर 8 years है ना 8 years I will work Saudi Arabia Hotel Ramadan ओके ओके and work I am also Dubai and I am work also UK ओके we UK White Chapel and also Nakham Town ओके You know me. ओके so I have a lot of experience in the field okay You know okay me. good that's why the So- food is this much tasty right yes yes of course okay because there is coming a lot of people and variety people and Omanis and Arabic and also Gulf all people is there coming Okay. and Pakistan Kerala people Bangladesh a lot of people is here कैसे बात कर आपको मलयालम actually in Saudi Arabia and UK with my friends with I'm working in okay okay the people Trivandrum people Okay. that's why I'm speaking Malayalam okay okay So- भैया इधर का बिजनेस कैसा है अभी कोरोना के बाद actually business now not good actually very down so mostly कोरोना का पहले मोस्टली बाहर से हमारा अच्छे अल्हम्दुलिल्लाह कोरोना का पहले जो हमारा यहाँ पे 2.5 कैमल हमारा 2.5 कैमल हमारा लगता था अल्हम्दुलिल्लाह Okay. और आपको क्या है इधर बैठने की कोई जगह नहीं मिलता बाहर आदमी लोग क्यू मिलता है क्यू में जिस तरह खड़ा होके कौन Okay. पहला अंदर घुसेगा खाना खाने के लिए ഓക്കെ ഓക്കെ ഇവര് പറയുന്നത് കൊറോണയ്ക്ക് മുമ്പ് 2.5 ക്യാമലിന് വരെ ഇവര് अभी भी अल्हम्दुलिल्लाह अच्छे हैं अभी भी मतलब एक का ऊपर जाता है एक कैमल का ऊपर अभी भी അഭി अल्हम्दुलिल्लाह अभी भी ഇപ്പം ഒരു ക്യാമലിന് വെച്ചിട്ടാണ് അവർ ഇത്ര ഡിഷസ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് एक ക്യാമൽ से ना हमारा इधर बाहर के सब अरबी लोग है और फॉरेनर भी बाहर लोग ज्यादा आते हैं ज्यादा है ग्लोबलाइजेशन ग्लोबलाइजेशन प्रॉब्लम में हमारा बिजनेस डाउन है फिर भी बाहर से बहुत ही अच्छा है अल्हम्दुलिल्लाह अभी भी बहुत ही अच्छा है एक कैमल कितना किलो गोश्त आएगा एक्चुअली क्या है कैमल का आप जो हम लोग तो बड़ा कैमल जो बुढ़ा वाला जैसे ओल्ड वन नहीं लेके आता है तो ज्यादा छोटा भी नहीं लेके आता है हम लोग मीडियम साइज के लेके आता है तो मोस्टली वो जो है ना 135 किलो एक कैमल एक कैमल के ഓക്കെ ഒരു ക്യാമല് 135 കിലോ വരുമെന്നാണ് ഇവര് പറയുന്നത് ഇവര് ഒരുപാട് മൂത്തതും ഒരുപാട് ഇളയതുമായിട്ടുള്ള 130 ക്യാമൽ kilo like അല്ല എടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ളത് അത് 135 കിലോ വരും അല്ലേ 135 kilo ഓ 135 കിലോ ഓക്കെ 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 നമുക്ക് അപ്പൊ ഇനി ഇവിടുത്തെ കുറച്ച് പ്രൈസിന്റെ കാര്യങ്ങൾ നമുക്കറിയാം നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ടോ ഇത് ഓരോ ബോക്സിന്റെ സൈസ് അനുസരിച്ചാണ് ഇവര് പ്രൈസ് വെക്കുന്നത് വൈകിട്ടോടെ बताओ ये बॉक्स का कितना आ गया इसमें गोश्त 1 रियाल का है 1 रियाल का आएगा हाँ इसका प्राइस 2 रियाल आएगा 2 रियाल ओके और इसके बाद सुबह लगेगा 4 रियाल आएगा 2 आदमी के लिए ओ ठीक है फिर गोश्त गोश्त ओके राइस अलग राइस अलग है इसमें इसमें 5 बंदा का गोश्त आएगा 5 रियाल 10 रियाल आएगा 10 रियाल आएगा हाँ 5 people के लिए ओके 10 റിയാൽ ആएगा അപ്പോൾ ദാ ഇതിന് 1 റിയാൽ ആണെന്നാണ് പറഞ്ഞത് ഇതിന് 2 റിയാൽ മീറ്റ് മാത്രമാണ് ഇതിൽ കൊടുക്കുന്നത് കേട്ടോ
ഇത് 4 റിയാലിന്റെ ബോക്സ് ആണ്, ഇത് 10 റിയാലിന്റെ. അപ്പൊ മീറ്റിന്റെ പ്രൈസ് ആണ് ഇപ്പൊ ഇവര് പറഞ്ഞത്. റൈസിന് വേറെയാണ് ഇതിന്റെ പ്രൈസും ഇതിന്റെ സൈസും വരുന്നത്. ഇനി നമുക്ക് റൈസിന്റെ വില എത്രയാണെന്ന് ചോദിക്കാം. ഭയ്യ ए बॉक्स के लिए कितना है? एक रियाल. 1 റിയാൽ एक आदमी के लिए ना, ഒരാൾക്ക് 1 റിയാലിന്റെ ആണ് ഈ ബോക്സ് എന്ന് പറയുന്നത്. അതാ 2 रियाल का आएगा, 2 रियाल का 2 आदमी के लिए. 2 റിയാൽ 2 പേർക്ക് വേണ്ടിട്ടാണ്. ഇത് 4 रियाल का 4 आदमी के लिए. 4 റിയാൽ 4 റിയാൽ 4 ആദ്മിക്ക് 4 ആൾക്കാർക്ക് വേണ്ടിട്ടാണ് പറയുന്നത്. ഈ ബോക്സുകളിലാണ് റൈസ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് അപ്പൊ കിടക്കാം. ഇവിടെ ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റി ഓഫ് റൈസ് കിട്ടും. അതിൻ്റെ അകത്തൊരു 3 വെറൈറ്റിയാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് കാബൂളി റൈസ് ആണ്, ഇത് മന്തി ആൻഡ് ഇത് കബ്സ ആണ്. ഓക്കെ, ആൻഡ് ഇത് भैया थोड़ा पता हो क्या है इसका नाम? इसका मुगली, मुगली, अरबी में मुगली बोलेगा. ओके, एंड अदा कैसाबिया, കസാബിയ. ഓക്കെ, അതാ നാഷിഫ്. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് അറിയണമല്ലോ. അപ്പം ഇത് കഴിക്കുകയാണെങ്കിൽ ഇത് കാബൂളി റൈസ് ആണ്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ക്യാമലിന്റെ സ്റ്റോക്കിന്റെ അകത്ത് ഇട്ട് വേവിച്ചേക്കുവാണ്. അപ്പൊ ക്യാമലിന്റെ ആ ഫ്ലേവേഴ്സും പിന്നെ കുറച്ച് സിന്നമനും എന്തോ സ്പൈസസും കൂടി ഇട്ടിട്ട് കറക്റ്റ് ആ ഒരു ക്യാമലിന്റെ ആ ഒരു മീറ്റിന്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും ഈ റൈസിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ചു റൈസ് ആണ്. ഇതാണ് ഒമാനിലെ പക്ക ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ എല്ലായിടത്തും ഇപ്പൊ പോപ്പുലർ ആയിട്ടുള്ള മന്തി റൈസ്. പക്ഷെ ഇത് ഒമാന്റെ ട്രഡീഷണൽ രീതിയിൽ അവരുണ്ടാക്കിയിരുന്നു. ഇത് സെയിം കുറച്ച് സ്റ്റോക്കും കുറച്ച് സവാളയൊക്കെ കൂടി വഴറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കബ്സ റൈസ് ആണ്. ഈ റൈസ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അതിന് മുന്തിരിയൊക്കെ ഉണ്ട്. കുറച്ചൊരു മസാല ഫ്ലേവറാണ്. മസാല, മുന്തിരിയും ചെറിയൊരു മധുരവും ചെറിയൊരു മസാല എല്ലാം കൂടി ആയിട്ടുള്ളത്. ഇനി നമുക്ക് മീറ്റിന്റെ വെറൈറ്റീസിലോട്ട് പോകാം. ഞാനൊരു 3 ഡിഷസ് ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഇവിടുത്തെ എല്ലാ ഡിഷസും കൂടി എനിക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ഇത് കഴിച്ചു നോക്കുവാണെങ്കിൽ ഒരു ഒലിവ് ഓയിലിൽ ഒരു നല്ല ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തേക്കുന്ന ഒരു ക്യാമൽ മീറ്റ്. പക്ക ക്യാമൽ മീറ്റിന്റെ ആ റോ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതൊരു മസാല കറി പോലെ ഒരു അറബിക് സ്പൈസസ് എല്ലാം കൂടി ഇട്ടിട്ട് അറബിക് സ്പൈസസ് എല്ലാം കൂടി ഇട്ടിട്ടുള്ള ക്യാമൽ മീറ്റ് വെച്ചിട്ടുള്ള ഒരു മസാല കറി അങ്ങനെയാണിത്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതുപോലെ ഒലിവ് ഓയിലിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് തന്നെയാണ്. പക്ഷെ കുറച്ച് അറബിക് സ്പൈസസും ഒനിയൻസും അങ്ങനെ കുറച്ച് എന്തെങ്കിലും കൂടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫ്രൈ ആണ് ഇത്. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ആദ്യം കഴിച്ചു നോക്കിയത് തന്നെയാണ്. കാരണം ആ ക്യാമലിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ശരിക്കും നല്ല ഒരു റോ ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കുമ്പോഴത്തേക്ക്. ക്യാമൽ മീറ്റിൻ്റെ ഒക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് ഒമാനികൾ ഇവിടെ സാധാരണ കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പെഷ്യൽ ചട്നി കിട്ടും. ഇത് ഇവിടെ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റമാണ്. ടൊമാറ്റോയും ചില്ലിയും ഗാർലിക് എല്ലാം കൂടി പേസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ചട്നിയാണ് കേട്ടോ. ഇത് നമ്മുടെ റൈസിലോട്ട് നല്ല ചൂട് റൈസിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഈ ചട്നിയും കൂടി കൂട്ടിയാണ് ഇത് കഴിക്കുന്നത്. നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം ഉള്ള ആ റൈസിന്റെ ആ ഒരു ഫ്ലേവറും ഈ ചട്നിയുടെ ഒരു ഇതും കൂടി വരുമ്പോഴത്തേക്കും ശരിക്കും നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണ്. ഒമാനിൽ വന്നാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു വിഭവം തന്നെയാണ് ഈ ക്യാമലിൻ്റെ റൈസും ക്യാമലിൻ്റെ ഈ മീറ്റ് ഡിഷസും. ഇനി നമുക്ക് കബ്സ കഴിച്ച് നോക്കാം. ഈ സാലഡും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു കഷ്ണം മീറ്റ് എടുത്തിട്ട് നമ്മൾ ഈ റൈസും കൂടി ഇട്ട് ഇത് കഴിച്ചോക്കാം. അതിനൊരു വേറൊരു ഫീല്, ഒരു മസാലയുടെ ടേസ്റ്റും ചട്നിയുടെ ഉപ്പും പുളിയും എല്ലാം കൂടി ഉള്ളതും മീറ്റും കൂടി വരുമ്പോഴത്തേക്കും
നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ശരിക്കും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വിഭവം തന്നെയാണ് ശരിക്കും ഈ ക്യാമൽ ഡിഷസ് കേട്ടോ. ഇനി നമുക്ക് മന്തി റൈസ് കഴിച്ച് നോക്കാം. മന്തി റൈസിൽ നമുക്ക് ഈ ക്യാമലിൻ്റെ ഈ കറിയും അത് കഴിച്ചിട്ട് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇത് കഴിച്ച് ഈ ക്യാമലിൻ്റെ കറി വെച്ച് ഈ മന്തി റൈസ് കഴിക്കുമ്പോഴത്തേക്കും ശരിക്കും ഒരു ക്യാമൽ ബിരിയാണി കഴിക്കുന്ന നല്ല എഫക്റ്റ്. ശരിക്കും കൊള്ളാം. നല്ല 3 റൈസും 3 വിഭവമായിട്ട് കഴിക്കുമ്പോഴത്തേക്കും ശരിക്കും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് ഓരോന്ന്. ഈ 3 ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് പോലും 3 ടേസ്റ്റസ് ആണ് കേട്ടോ. നമ്മളിവിടെ വന്നപ്പം ഒരു മലയാളി ചേട്ടനെ പരിചയപ്പെട്ടു. അപ്പോൾ അവരിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ചേട്ടാ എങ്ങനെയുണ്ട്? എന്താണ് ഈ ഫുഡിനെ പറ്റിയുള്ള അഭിപ്രായം? ഇപ്പോഴും മസ്കറ്റിൽ വരുമ്പോഴും ഉച്ചക്ക് ഇവിടെ വന്നിട്ട് കഴിക്കരുത്. ഇവിടെ ആകുമ്പോൾ ഫ്രഷ് ഒട്ടകത്തിന്റെ ഫുഡ് കിട്ടും. ഓക്കെ, ക്യാമൽ മീറ്റ് മാത്രം കിട്ടുന്ന. വേറെ ആണെങ്കിൽ പോയി ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നതാണ്. വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നത് മസ്കറ്റ്. ഞാൻ സോളാ താമസം. ഇവര് എവിടുന്നാണ്? पाकिस्तान। पाकिस्तान। कैसे आप? ये हमारे बॉस हैं, हमारे सीनियर हैं, फोरमैन हैं हमारे। ठीक है कैसे खाना कैसे है? उनके साथ ही हमारा इत्तेफाक हो गया इधर, लेकिन बहुत अच्छा लगा। बहुत जबरदस्त टेस्ट और है। खाना पसंद है? बहुत ही बहुत अच्छा खाना। पहले भी इधर से खाया? नहीं, पहले नहीं खाया, पहली बार आया। फर्स्ट आया। ओके और दोबारा इंशाल्लाह नेक्स्ट आएगा, नेक्स्ट टाइम भी चक्कर लगाएगा। ओके इत्तेफाक हुआ तो लाता आएंगे। ഇവിടെ 2 ഒമാനികളും കൂടി ഇരിപ്പുണ്ട്. നമുക്ക് അവരോട് കൂടി ചോദിക്കാം ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന്. അസ്സലാമു അലൈക്കും. كيف أكل مني؟ زين باقي زين. اوكي كيف انت زين هنا؟ يا നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരു കസ്റ്റമറിനെ കണ്ടു. അവർ വേറൊരു നാഷണാലിറ്റിയാണ്. നമുക്ക് അവരോടും കൂടി ചോദിച്ചു നോക്കാം ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടെന്നും ഇവിടുത്തെ ഇതും. Hi, how are you? Fine, how are you? Good. Nice to meet How long you. you been here in Oman? We have been here for a long time, only 25 years. 25 years. Oh God. But we are from Jordan. You are from Jordan. From Jordan, yes. Okay. And, how is the food here? What you can say about this food? The food here is tasty. Tasty. It is delicious, very nice. Delicious. Many people like it. Okay. അപ്പൊ എല്ലാവർക്കും ഒമാനിലെ ഒട്ടകത്തിന്റെ വിഭവങ്ങൾ കഴിക്കാതെ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് കാണുവാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നു ചേരുന്നതാണ്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ദിസ് ഇസ് ഷാർലറ്റ് സൈനിങ് ഓഫ്. ബൈ.